നമ്മൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. കാരണം നിങ്ങൾ കാണാൻ കഴിയും, പണ്ടൊക്കെ നമ്മൾ പല ആശുപത്രികളും നിർമ്മിക്കുന്നത് ഒരു ഫണ്ടിൽ നിന്നൊരു നിർമ്മാണം പൂർത്തിയാക്കും, പിന്നെ അടുത്ത ഫണ്ടിൽ നിന്ന് അങ്ങനെ ഒരു ടോയ്ലറ്റ് ബ്ലോക്കാണ് ഇത്. പക്ഷെ ഇതിന്റെ ഒരു ജീർണാവസ്ഥ കൊണ്ട് ഇത് അടച്ചിട്ടിരുന്നതാണ്. അപ്പൊ അതാണിപ്പോൾ ഇടിഞ്ഞു വീണിട്ടുള്ളത്. ഈ ടോട്ടൽ ബിൽഡിംഗ് ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കിഫ്ബിയിലൂടെ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബിൽഡിംഗും അപ്പാടെ ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്ന ഒരു ബ്ലോക്കാണ്. അതുകൊണ്ട് ഇത് ജീർണാവസ്ഥയിലായതുകൊണ്ട് ഇത് അടച്ചിട്ടിരുന്നു. അതുകൊണ്ടാണ് അതിൽ മറ്റ് അപകടങ്ങൾ ഉണ്ടാകാതെ ഇരുന്നത്. ഒരു 2-3 ആഴ്ച മുൻപ് ഞങ്ങൾ ഇതിന്റെ ഫൈനൽ പ്ലാൻ ഷിഫ്റ്റിംഗിന്റെ അതിപ്പോ ഷിഫ്റ്റിംഗ് ആരംഭിക്കുകയാണ്. അത് തീരുമാനിച്ചിരുന്നു. മൈനർ ഇഞ്ചുറി ആണെന്നാണ് പറഞ്ഞത്. 2 പേരാണെന്നാണ് പറഞ്ഞത്. ഇതുവരെയുള്ള നമ്മൾ കണ്ടതിൽ ആർക്കും ഗുരുതരമായ പരിക്കില്ല. ഒരു കുട്ടിക്ക് മാത്രമാണ് ചെറിയ ഇഞ്ചുറി ഉള്ളത്. അതാണ് ഇപ്പൊ മാറ്റി അപ്പുറത്തോട്ടാക്കിയിട്ടുള്ളത്. അല്ല, ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നല്ലോ, അതിൽ സൂപ്പറൊക്കെ ഇത് അടച്ചിട്ടിരുന്നതാണ്. ഇത് അപ്പുറത്ത് വാടപ്പുറത്താണ്. ഇത് ഈ ഭാഗം അടച്ചിട്ടിരുന്നിടത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വേസ്റ്റ് ഒക്കെ അവർ ഡംപ് ചെയ്തിരുന്നതാണ്. ആ സാധനമാണ് ഇപ്പൊ ഇടിഞ്ഞു പോയത്. അല്ലല്ല, അവിടെ കയറി വന്നപ്പം ഈ സംഭവം ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നം. അല്ല, അവര് സാധാരണ ഇവിടെ വരുമ്പോ ഇങ്ങനെയുള്ള സാധനമൊക്കെ കണ്ട ആൾ കയറി ഇരിക്കാനൊക്കെ പ്രയോജനപ്പെടുത്തുള്ളൂ. അങ്ങനെ കയറിയിരുന്ന ഈ പൂജ്യമൊന്നും ഞങ്ങളുടെയല്ല. പൂജ്യമൊക്കെ വീണാ ജോർജിനുള്ളതാണ്. സ്വന്തം വകുപ്പിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആരോഗ്യമന്ത്രി അവരാണ് ഒരു വലിയ പൂജ്യം. അത് മനസ്സിലാക്കണം. ഇതെന്താന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്ന ഒരു ബ്ലോക്കാണ്. അതുകൊണ്ട് ഇത് ജീർണാവസ്ഥയിലായതുകൊണ്ട് ഇത് അടച്ചിട്ടിരുന്നു. അതുകൊണ്ടാണ് അതിൽ മറ്റ് അപകടങ്ങൾ ഉണ്ടാകാതെ ഇരുന്നത്. അത് ഇവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ പറയും. അത് ഡോക്ടേഴ്സ് പറയും എന്തുകൊണ്ടാണ് എന്നുള്ളത് സംബന്ധിച്ച കാര്യം പറയും. കാരണം ഓപ്പറേഷൻ തിയേറ്ററുകൾ ഒരു നിലയിൽ, ICU ഒരു നിലയിൽ, അങ്ങനെയാണല്ലോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ മിനിസ്റ്ററും കൂടി പറയും. അപ്പൊ ഇവിടെ സൂപ്രണ്ടും പ്രിൻസിപ്പളും ഉണ്ടല്ലോ, അവരും മറുപടി പറയും. അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടോ? അവര് പറയും, മറുപടി പറയും. അവര് പറയുമല്ലോ. ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ കണ്ട വിഷയങ്ങൾ വെച്ചിട്ട് പിന്നിൽ നടന്ന സംഭവം യാഥാർത്ഥ്യബോധത്തോടുകൂടി മിനിസ്റ്റർ പറഞ്ഞു. ഇവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ പറയും. അത് ഡോക്ടേഴ്സ് പറയും എന്തുകൊണ്ടാണ് എന്നുള്ളത് സംബന്ധിച്ച കാര്യം പറയും. കാരണം ഓപ്പറേഷൻ തിയേറ്ററുകൾ ഒരു നിലയിൽ, ICU ഒരു നിലയിൽ, അങ്ങനെയാണല്ലോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ മിനിസ്റ്ററും കൂടി പറയും. ഒന്ന്, ഇത് മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്ന കാലഘട്ടത്തിലുള്ള ആദ്യത്തെ ബിൽഡിംഗ്, അതിന് കാലപ്പഴക്കമുണ്ട്.